വാഴോട്ടുവണം കൗൺസിലർ സുഗതൻ്റെ വീട്ടിൽ കയറി വെടിവെച്ച കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയ കാര്യത്തിലും ശക്തമായ അന്വേഷണം നടത്തണം. ഇന്ന് മാധ്യമങ്ങളിലൊക്കെ പോലീസ് പറയുന്ന അവിടെ 150ഓളം അനുയായികൾ ഉണ്ടായിരുന്നെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു നിമിഷം ഒരു പോലീസ് ഓടി വന്ന് ചിക്കൻ ബോക്സ് പിടിച്ചു കിടക്കുന്ന ഒരാളിനെ ചിക്കൻ ബോക്സിന്റെ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ടും അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കിയത് ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കിയത് കൊണ്ടുമാണല്ലോ ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ജാമ്യം എക്സ്റ്റെൻഡ് ചെയ്യുന്ന പെറ്റീഷൻ ഫയൽ സ്വീകരിച്ചെന്ന് ഓർഡറിന് വെച്ചിരിക്കുന്നത്. ഇന്ന് ഓർഡർ വെച്ചിരുന്നത് അല്ല, ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചെന്ന് ഉത്തരവിന് വെച്ചേക്കുകയാണേ. ഇന്ന് ഉത്തരവിന് വച്ചിരിക്കുകയാണത്. ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലല്ല, നിങ്ങൾ മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ. എനിക്ക് കിട്ടിയ വിശ്വസനീയമായ വിവരമനുസരിച്ച് അദ്ദേഹം 10 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണമായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ സുഹൃത്തെ, എന്നാൽ അതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അദ്ദേഹം വിശ്രമത്തിലും ഇത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത ടൈമിൽ അദ്ദേഹം അപേക്ഷ ഫയൽ ചെയ്തിരുന്നു. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഫയൽ സ്വീകരിച്ചു. അതിൻ്റെ ഉത്തരവിന് വച്ചിരുന്നത് കൊണ്ടാണ് ഇന്ന് അതിനനുകൂലമായ ഉത്തരവ് വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഏതു സമയവും തിരിച്ചു പോകണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ആ തിരിച്ചുപോക്കിന് മുമ്പ് സുഗതനെ രാഷ്ട്രീയമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കണമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് വിപിനിന്റെ ക്രിമിനൽ മനസ്സ് വർക്ക് ചെയ്തത്. വിപിൻ ഏത് പക്ഷമായ വിപിൻ ഏത് മാനസികാവസ്ഥയുള്ള ആളെ അയാൾ ഒരു ക്രിമിനൽ മനസ്സുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യത്തിൽ ഉത്തമ വിശ്വാസത്തോടെയാണ് ഞാൻ പ്രതികരിക്കുന്നത്. ദൃശ്യങ്ങൾ പ്രകാരം ഒരു SIയെ ചുമരിലേക്ക് ചേർത്ത് നിർത്തുന്ന സുഗതന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇല്ല എന്ന് അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയും. ഞാൻ കണ്ട ദൃശ്യങ്ങൾ സുഗതൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നത്, സാർ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, എനിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കും. ഞാൻ പറയട്ടെ, ഞാൻ കണ്ട ദൃശ്യങ്ങളിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങ് കണ്ട ദൃശ്യത്തിന്റെ മറുപടി എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ കണ്ട ദൃശ്യങ്ങളനുസരിച്ച് സാർ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, എനിക്ക് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനുണ്ട് എന്ന് സുഗതൻ പറഞ്ഞാണ് ഞാൻ കേട്ടത്. മറിച്ച് ഏതെങ്കിലും ദൃശ്യം കാണാൻ അപ്പം ഞാൻ പ്രതികരിക്കാം.